ക്വാളിറ്റി ലീഡ്സൊക്കെ വരുന്നുണ്ട്, പക്ഷെങ്കിൽ കൺവേർഷൻ വരുന്നില്ല. മറ്റേൽ ഇപ്പോഴും നിങ്ങൾ ഒരു ലീഡ്സ് ആഡ് റൺ ചെയ്തിട്ട് ആ ലീഡ്സ് നിങ്ങൾ മാനുവലി ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണോ? ഇപ്പം നമുക്ക് ഗൂഗിൾ ഷീറ്റായിട്ടും അതുപോലെ തന്നെ എക്സലായിട്ടും കണക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഇപ്പോഴും ഉണ്ട്. എവിടെ പ്രശ്നം വരുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ലീഡ് വന്നിട്ട് നമ്മളിപ്പോൾ ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വിത്തിൻ ഒരു 1 ഹവറിനുള്ളിൽ നമ്മൾ കോൾ ചെയ്തിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ലീഡിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അതിപ്പോൾ നമ്മളിപ്പോൾ എത്ര ടാർഗറ്റ് ചെയ്തിട്ടും എത്ര ആൾ ക്രിയേറ്റ് ഉപയോഗിച്ചിട്ടും കാര്യമില്ല. അത് നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ ഷീറ്റിലേക്കോ അല്ലെങ്കിൽ എക്സലിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഒരു 5 സെക്കൻഡ്സ് നമുക്കിപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗൂഗിൾ ഷീറ്റ് ആയാലും എക്സൽ ആയാലും അതിനുവേണ്ടി നമ്മൾ തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്തിട്ട് അതിന് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ 5 സെക്കൻഡ്സിലും റിഫ്രഷ് ആയിട്ട് നമുക്ക് പേജിലേക്ക് വിത്തിൻ 5 സെക്കൻഡ്സ് തന്നെ അത് ഫെച്ച് ആയിക്കോളും. ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് സെയിൽസ് ടീമിന് പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കോൾ ബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോൾ ബാക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്ന കൺവേർഷൻ റേറ്റും ഭയങ്കര ഹൈ ആയിരിക്കും. മറ്റേ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തരുമ്പോൾ എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഈ ഗൂഗിൾ ഷീറ്റായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എക്സലായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു നോട്ട്സ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ഗൂഗിൾ ഷീറ്റ് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എക്സലായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഒരു നോട്ട്സ് ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് PDF കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇൻബോക്സിൽ ഡയറക്റ്റായിട്ട് അയച്ചു തരാം.